Hey guys, welcome back to another video. This video we will study HTML quotation elements add ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു heading add ചെയ്യാം. നമ്മുടെ ബോഡിയിൽ നമുക്ക് ഒരു heading add ചെയ്യാം. എന്നിട്ട് നമുക്ക് എഴുതാം quotation in HTML. എന്നിട്ട് നമുക്ക് ഇവിടെ ആദ്യത്തെ ടാഗ് യൂസ് ചെയ്യാം. ബ്ലോക്ക് കോട്ട് എന്ന ടാഗ് ആണ്. എന്നിട്ട് ഈ ടാഗിന്റെ ഉള്ളിൽ നമുക്ക് ഒരു കോട്ട് എഴുതാം. Your time is limited, so don't waste it living someone else's life. Don't be trapped by dogma which is living with the results of other people. സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ ബ്ലോക്ക് കോഡ്സിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ആട്രിബ്യൂട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ആഡ് ചെയ്തേക്കുന്നത് സൈറ്റ് എന്ന ആട്രിബ്യൂട്ടാണ്. ഇതുപോലെ സൈറ്റ് എഴുതുക, ഈക്വൽ ടു ഇടുക, ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിൽ നമുക്ക് എഴുതാം https://www.google.com. ഓക്കെ, ബ്ലോക്ക് കോഡ്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു വെബ്സൈറ്റിലെ അല്ലെങ്കിൽ മറ്റൊരു സോഴ്സിലെ ഒരു ചെറിയ ഭാഗം നിങ്ങളുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ ബ്ലോക്ക് കോഡ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ ഈ കാണുന്ന സൈറ്റ് എന്ന ഈ ഒരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഏത് സൈറ്റിലെ ആ ഒരു കോട്ടാണോ നിങ്ങൾ കാണിക്കുന്നത് ആ കോട്ടിൻ്റെ URL ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമുക്കിത് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവറിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബ്ലോക്ക് കോഡ്സ് ഇങ്ങനെയാണ് ഇവിടെ കാണുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ കോഡ്സിനെ പറ്റി പഠിക്കാം. കോഡ്സ് എന്ന ടാഗ്, കോഡ്സ് എങ്ങനെയാണ് നമ്മുടെ കോണ്ടൻറ്റിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒരു പാരഗ്രാഫ് ടാഗ് ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എഴുതാം ദി ബെസ്റ്റ് കോഡ്സ് ഇൻ ലൈഫ്. എന്നിട്ട് നമുക്കിവിടെ ക്യൂ ടാഗ് യൂസ് ചെയ്യാം. കോഡ്സിന് വേണ്ടി നമുക്ക് ക്യൂ ടാഗ് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അതിൽ എഴുതാം വർക്ക് ഈസ് വർഷിപ്പ്. എന്നിട്ട് നമുക്കിത് സേവ് ചെയ്യാം. നമ്മുടെ ബ്രൗസർ നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു വർക്ക് ഈസ് വർഷിപ്പ് എന്ന കോട്ട് ഡബിൾ കോഡ്സിൻ്റെ ഉള്ളിലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ കോണ്ടൻറ്റിൽ നമുക്ക് ഇതുപോലെ കോഡ്സ് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ ആബ്രിവേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ആബ്രിവേഷൻ നമുക്കിവിടെ എഴുതാം ആബ്രിവേഷൻ. ഇനി നമുക്ക് അതിനു വേണ്ടി ഒരു പാരഗ്രാഫ് ആഡ് ചെയ്യാം. പി ടാഗ് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എഴുതാം ദി. എന്നിട്ട് അടുത്തായിട്ട് നമുക്ക് ആബ്രിവേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. അതിനുവേണ്ടിയുള്ള ടാഗാണ് ABBR. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ നമുക്ക് എഴുതാം RBI. എന്നിട്ട് നമുക്ക് ആബ്രിവേഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത സെൻറ്റൻസ് കണ്ടിന്യൂ ചെയ്യാം. വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1st April 1935. എന്നിട്ട് നമുക്കിവിടെ ഒരു ടൈറ്റിൽ എന്ന ഒരു ആട്രിബ്യൂട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ ആട്രിബ്യൂട്ടിൻ്റെ ഇവിടെ നമുക്ക് എഴുതാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. നമുക്കിത് സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് RBIയുടെ താഴെ ഡോട്ടഡ് ലൈന്. എന്നിട്ട് നമ്മൾ ഈ ഇവിടെ നമ്മൾ ഹവർ ചെയ്യുമ്പോൾ ഈ RBIയിൽ നമ്മൾ ഹവർ ചെയ്യുമ്പോൾ നമുക്കിവിടെ
ആ ടൈറ്റിൽ നമുക്ക് കാണാം. നമ്മൾ എന്താണ് ടൈറ്റിൽ എഴുതിയത്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മുടെ കണ്ടൻറ്റിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തായിട്ട് അഡ്രസ് ടാഗാണ്. അഡ്രസ് ടാഗ് വളരെ സിമ്പിളാണ്. അഡ്രസ് ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ അഡ്രസ്സ് എഴുതുവാണ്. മൈക്രോസോഫ്റ്റ് കോർപ്പറേഷൻ. നമുക്കിവിടെ ഒരു ബ്രേക്ക് ടാഗ് യൂസ് ചെയ്യാം പുതിയ ലൈനിൽ വരാൻ വേണ്ടി. എന്നിട്ട് നമുക്കിവിടെ ബാക്കിയുള്ള അഡ്രസ്സ് എഴുതാം. വൺ മൈക്രോസോഫ്റ്റ് വേ, എൻ്റർ അടിക്കാം. എന്നിട്ട് നമുക്കിവിടെ എഴുതാം റെഡ് മൗണ്ട്. ഇവിടെ നമുക്ക് ബ്രേക്ക് ടാഗ് കൊടുക്കാം. എന്നിട്ട് നമുക്കിവിടെ എഴുതാം വാഷിംഗ്ടൺ. ഇവിടെയും ബ്രേക്ക് ടാഗ് കൊടുക്കാം, നമ്പർ എഴുതാം. ഓക്കെ, എന്നിട്ട് നമുക്കിത് സേവ് ചെയ്തിട്ട് നമ്മുടെ ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അഡ്രസ് ടാഗിൽ എങ്ങനെയാണ് നമ്മുടെ വേർഡ്സുകൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇറ്റാലിക് സ്റ്റൈലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടുത്തായിട്ട് നമുക്ക് ബൈ-ഡയറക്ഷണൽ ഓവർറൈഡ് എന്ന് പറഞ്ഞൊരു ടാഗ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഒരു ഹെഡിങ് എഴുതാം, ബൈ-ഡയറക്ഷണൽ ഓവർറൈഡ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എൻ്റർ അടിക്കാം. അപ്പോൾ ഈ ബൈ-ഡയറക്ഷണൽ ഓവർറൈഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടൻറ്റിൻ്റെ ഡയറക്ഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഇതിൽ 2 ഡയറക്ഷൻ ഉണ്ട്, RTL അതുപോലെ LTR, അതായത് റൈറ്റ് ടു ലെഫ്റ്റ് അതുപോലെ ലെഫ്റ്റ് ടു റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടാഗ് നമ്മൾ BDO എന്നാണ് എഴുതുന്നത്. BDO ഇങ്ങനെ അടിക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ DIR = ഡബിൾ കോട്ട് എന്ന് കാണാൻ കഴിയും. അപ്പോൾ ഈ DIR എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യമേ RTL എഴുതാം. ഓക്കെ, അപ്പോൾ റൈറ്റ് ടു ലെഫ്റ്റിന് വേണ്ടി നമ്മൾ RTL എഴുതും. എന്നിട്ട് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്പർ ടൈപ്പ് ചെയ്യാണ് 0 1 2 3 4 5 6 7 8 9. ഓക്കെ, എന്നിട്ട് നമ്മളിത് സേവ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ബ്രൗസറിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ഇവിടെ നമ്മൾ ഇത് തിരിച്ചാണ് കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റൈറ്റ് ടു ലെഫ്റ്റ്. അപ്പം 9 8 7 6 5 4 3 2 1 എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബ്രേക്ക് ഇടാം. എന്നിട്ട് നമുക്കിവിടെ അടുത്തത് എഴുതാം BDO. എന്നിട്ട് നമുക്കിവിടെ LTR എഴുതാം. LTR എഴുതിയിട്ട് നമ്മളിവിടെ HELLO എന്ന് എഴുതിയാലും ഇത് ആസ് ഇറ്റ് ഈസേ കാണത്തുള്ളൂ. കാരണം നമ്മൾ സാധാരണ രീതിയിൽ എഴുതുന്നത് തന്നെ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കണ്ടൻറ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ടുള്ള ഒരു ടാഗാണ് സൈറ്റ് എന്ന് പറയുന്ന ടാഗ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു പാരഗ്രാഫ് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സൈറ്റ് ടാഗ് ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ എഴുതാം വിങ്സ് ഓഫ് ഫയർ. എന്നിട്ട് ഈ സൈറ്റ് ടാഗ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്ക് എഴുതാം written by APJ Dr. APJ Kalam and Arun Tiwari. ഓക്കെ, എന്നിട്ട് നമുക്കിത് സേവ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ബ്രൗസറിൽ നമുക്കിത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് വിങ്സ് ഓഫ് ഫയർ എന്ന ഈ ഒരു ബുക്കിൻ്റെ പേര്. ഇതൊരു ഇറ്റാലിക് സ്റ്റൈലിലാണ് വന്നേക്കുന്നത്. ബാക്കിയുള്ള എല്ലാം ആസ് ഇറ്റ് ഈസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൊട്ടേഷൻ എലിമെൻറ്റ്സ് HTML യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വൈസ്മാൻ മലയാളം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. യു ഹാവ് എ ഗ്രേറ്റ് ഡേ.